തൃശ്ശൂരിൽ അത്യാവശ്യം ഈവനിങ്ങിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ 2 കിടിലൻ സ്പോട്ടുകളാണ് ഇന്നത്തെ ദിവസം പരിചയപ്പെടുത്തുന്നത്. ഒന്നാമതായിട്ട് ചിറനല്ലൂർ ബൈപ്പാസ് റോഡും രണ്ടാമതായിട്ട് പാറന്നൂർ ചിറയാണ്. ഈ കാണുന്നതാണോ ചിറനല്ലൂർ ബൈപ്പാസ് റോഡ്. അടിപൊളി പച്ചപ്പിൻ്റെ നടുക്കായിട്ട്, പാടത്തിൻ്റെ ശേഖരത്തിൻ്റെ നടുക്കായിട്ട് ഒരു ബൈപ്പാസ് റോഡ്, അതും സ്ട്രെയിറ്റിൽ നല്ല സ്മൂത്തായിട്ട് പണിതിട്ടുള്ളൊരു ബൈപ്പാസ് റോഡ്. നല്ല രസമാണ് അവിടെ നിന്ന് കാണാനായിട്ട്. ഈവനിങ്ങിലൊക്കെ നന്നായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ്. ഒത്തിരിയധികം ആൾക്കാരും വരുന്നുണ്ട്. അധികം വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല രസമായിട്ട് ഈവനിങ് നമുക്കവിടെ സ്പെൻഡ് ചെയ്യാവുന്ന കേട്ടോ. ചെറിയൊരു പുഴ അതിലൂടെ സൈഡിലൂടെ പോകുന്നുണ്ട്. നല്ല പച്ചപ്പുണ്ട്. സൺസെറ്റൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണത്. അതിൻ്റെ സ്കൈ വ്യൂ കാണാനായിട്ട് അടിപൊളിയാട്ടോ. കാരണം നമ്മുടെ ലാൻഡ്സ്കേപ്പൊക്കെ ഇത്ര അടിപൊളിയാണെന്ന് നമ്മൾ തോന്നിപ്പോകും. ഈവൻ സ്കേറ്റിങ്ങിന് പോലും അവിടെ പിള്ളേർ വരുന്നുണ്ട്. അത്ര നല്ല മനോഹരമായിട്ടുള്ള റോഡാണ്. ഇനിയാണ് നമ്മൾ പാറന്നൂർ ചിറയെക്കുറിച്ച് പരിചയപ്പെടുന്നത്. ചെറിയൊരു ചിറയാണ് എങ്കിലും അവിടെ അത്യാവശ്യം ഒരു ടൂറിസത്തിൻ്റെ ആയിട്ടുള്ള കുറേ ബോട്ടുകളൊക്കെ സ്ഥാപിച്ച് കുറേ ആൾക്കാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ചെറിയൊരു ചെക്ക് ഡാമാട്ടോ അത്. കൃഷിയുടെ ആവശ്യത്തിനൊക്കെ ആയിട്ട് വെള്ളം ഉപയോഗിക്കാനായിട്ട് അവർ കെട്ടി നിർത്തിയിരുന്ന ചെക്ക് ഡാമാണ്. ആ പുഴ തന്നെയാണ് അവർ കെട്ടി നിർത്തി വെച്ചിരിക്കുന്നത്. നല്ല പച്ചപ്പും തെങ്ങും തോട്ടങ്ങളൊക്കെ ഉള്ള ഒരു നല്ലൊരു ഗ്രാമമാണ് കേട്ടോ. അത്യാവശ്യം ഈവനിങ്ങിൽ നമുക്ക് ഇരുന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. നല്ല വെള്ളമുള്ളപ്പോൾ ഇത് കവിഞ്ഞ് ഒഴുകും കേട്ടോ. അതും കാണാനായിട്ട് നല്ല ബ്യൂട്ടിയാണേ. അത്യാവശ്യം ആൾക്കാർക്ക് ഈവനിങ് ടൈം സ്പെൻഡ് ചെയ്യാനും കുളിക്കാനും ചൂണ്ടയിടാനും നീന്തൽ പഠിക്കാനും ഒക്കെ വരാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ്. വലിയ ആഴമൊന്നും ഇല്ലയെന്നാണ് പറയുക. കൊച്ചു കുട്ടികൾ പോലും അവിടെ കുളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഈവൻ എക്സസൈസിന് പോലും ചെറിയൊരു പാർക്ക് അവിടെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ചെറിയ പ്രോഗ്രാംസൊക്കെ വരുമ്പോൾ കണ്ടക്ട് ചെയ്യാനായിട്ട് ചെറിയൊരു സ്റ്റേജ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 കിടിലൻ ഗ്രാമങ്ങൾ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം.